ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിനെതിരെ വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ മാത്രം ഇവിടെ വിറ്റാൽ മതിയെന്നും അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്നതെങ്കിൽ 25% തീരുവ ആപ്പിൾ നൽകുമെന്നുമാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇക്കാര്യം ആപ്പിൾ CEO ടിം കുക്കിനെ അറിയിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. ഞാൻ ആപ്പിൾ തലവൻ ടിം കുക്കിനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. US നിർമ്മിക്കുന്ന ഐഫോണുകൾ മാത്രം US വിറ്റാൽ മതിയെന്ന്. അല്ലാതെ ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ അനുവദിക്കില്ല. ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഐഫോണുകളാണ് ഇവിടെ വിൽക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ 25% തീരുവ ഈടാക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് മാർക്കറ്റ് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലും ആപ്പിൾ നിർമ്മാണം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഭീഷണി. നേരത്തെയും ഇന്ത്യയിൽ ആപ്പിൾ ഫോണുകൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ആപ്പിൾ US സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നില്ല. ചൈനയിലാണ് പ്രധാനമായും ഫോണുകൾ നിർമ്മിക്കുന്നത്. ആപ്പിളിന്റെ വാർഷിക ഉൽപാദനത്തിന്റെ ഏകദേശം 15% വരും ഇത്. ഖത്തറിൽ വെച്ചായിരുന്നു ട്രംപ് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിനെതിരെ പ്രതികരിച്ചത്. ഇന്ത്യയെ നന്നാക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഐഫോണുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും വേണം. മറിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ ഇവിടെ വിൽക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആപ്പിൾ അധികൃതരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ആപ്പിളിന്റെ നിക്ഷേപ പദ്ധതികൾ തുടരുമെന്നും ഇന്ത്യയെ പ്രധാന ഉൽപാദന കേന്ദ്രമാക്കാൻ കമ്പനി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നായിരുന്നു ആപ്പിളിന്റെ ഉറപ്പ്. ചിലവ് കുറഞ്ഞ ഉൽപാദനമാണ് ആപ്പിളിനെ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ആകർഷിക്കുന്നത്. അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭിക്കും. എന്നാൽ അമേരിക്കയിലെ നിർമ്മാണ ചെലവ് താരതമ്യേന വളരെ കൂടുതലാണ്. ജൂൺ പാദത്തിൽ US വിൽക്കുന്ന മിക്ക ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവ ആയിരിക്കുമെന്ന് കുക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പകരച്ചുങ്കത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഐഫോൺ ഉൽപാദനം ചൈനയിൽ നിന്ന് തന്നെ തുടരുമെന്നും കുക്ക് പറഞ്ഞിരുന്നു. അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ US തന്നെ നിർമ്മിക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ നിർദ്ദേശം. US ചൈനയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവയ്ക്ക് പിന്നാലെ ചൈനയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ആപ്പിൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കമ്പനികളിൽ ഇന്ത്യ വലിയ നിക്ഷേപം നടത്തുമെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ നിർദ്ദേശം. US വിൽക്കുന്ന ഐഫോണുകൾ ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ നിർമ്മിക്കേണ്ടതായിട്ടില്ല. അവ US തന്നെ നിർമ്മിക്കണം. അല്ലാത്ത പക്ഷം കുറഞ്ഞത് 25% തീരുവ ആപ്പിൾ നൽകേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആപ്പിൾ ഐഫോണുകളുടെ എണ്ണം വലിയ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ രാജ്യത്തെ നിർമ്മാണശാലകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 12 മാസത്തിനുള്ളിൽ $22 ബില്യൺ സ്മാർട്ട് ഫോണുകളാണ് ഉൽപ്പാദിപ്പിച്ചത്. ആപ്പിൾ ഇന്ത്യയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഐഫോൺ നിർമ്മാണം 60% വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ US ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടെ ആപ്പിൾ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ ഉൽപാദനം ഇരട്ടിയാക്കാനുള്ള ആപ്പിളിന്റെ നീക്കത്തോട് വിയോജിച്ചെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം പൂവണിയാൻ സാധ്യതയില്ല. ഐഫോൺ ഉൽപാദനം US പറിച്ചു നടണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. ഇക്കാര്യം കഴിഞ്ഞ ദിവസം താൻ ആപ്പിൾ CEO ടിം കുക്കിനോട് തുറന്നു പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. ചൈനയിൽ നിന്ന് ഐഫോൺ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ നീക്കങ്ങൾക്ക് US പ്രസിഡന്റിന്റെ പ്രസ്താവന തിരിച്ചടിയായേക്കുമോ എന്ന ഭയം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ പദ്ധതികൾ മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്ന് ആപ്പിൾ അധികൃതർ അറിയിച്ചതായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഐഫോൺ ഉൽപാദനം US മാറ്റണമെന്ന ട്രംപിന്റെ ആഗ്രഹം നടക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് US തൊഴിലാളികളുടെ ശമ്പളം ഉൾപ്പെടെ എല്ലാ ചെലവുകളും കൂടുതലാണ്. ഈ ചെലവുകളെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ നിലവിൽ 85,000 രൂപയുള്ള ഒരു ഐഫോൺ മോഡലിന്റെ വില 2.5 ലക്ഷം ആക്കേണ്ടി വരും. അങ്ങനെ വില വർദ്ധിച്ചാൽ ഐഫോണിന്റെ മാർക്കറ്റ് തകർന്നടിയും. നിലവിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ 80% ഉൽപാദനവും ചൈനയിലാണ്. 5 മില്യൺ തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഉൽപാദനം മാറ്റുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭൗമരാഷ്ട്ര പ്രതിസന്ധി മറികടക്കാൻ ആപ്പിളിന് സാധിക്കും. ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് ആപ്പിളിൽ നിന്നുണ്ടാകുന്നത്. ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണശാലകളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ശരാശരി ശമ്പളം $290 ഏകദേശം 24,650 രൂപ. കുറഞ്ഞ വേതനം നൽകിയാൽ മതിയെന്നാണ് ആപ്പിളിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഇനി ഇതേ ഐഫോൺ US നിർമ്മിക്കുന്നതെന്ന് കരുതുക. തൊഴിലാളികളുടെ കൂലി മാത്രം $2,900 നൽകേണ്ടി വരും. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ 2.5 ലക്ഷം രൂപ അടുത്താണ് ഇന്ത്യയിൽ 10 തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി. US ഒരാൾക്ക് മാത്രം നൽകേണ്ടതായിട്ട് വരും.
അസംസ്കൃത വസ്തുക്കളുടെ വില ഇന്ത്യയിലാണെങ്കിൽ $30 ആകുമ്പോൾ US-ൽ ഇത് $390 ആകും. ഇത്തരത്തിൽ നിർമ്മാണ ചെലവ് ഭീമമായി വർദ്ധിക്കുമ്പോൾ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ $450 ലാഭം കിട്ടിയിരുന്നത് വെറും $60 ആയി ചുരുങ്ങും. ട്രംപിന്റെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ ആപ്പിൾ CEO ടിം കുക്ക് ഇത്തരമൊരു സാഹസത്തിന് ശ്രമിക്കില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.